അപ്പം ഗൈസ്, ഒരുപാട് വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ദീപക് എന്ന് പറഞ്ഞ ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്ത ഒരുത്തി. അവളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. സത്യം പറയാം, ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ദേഷ്യത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ ബസ്സിൽ കോഴിക്കോട് നിന്ന് കണ്ണൂരിന് ജോലിയുടെ ഭാഗമായിട്ട് വന്ന ആ വ്യക്തിയെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് നാറ്റിച്ച് ഇവളുടെ ഒറിജിനൽ നിലപാടിൽ നിൽക്കുന്ന ഒരുത്തിയാണെങ്കിൽ ആ വീഡിയോ അവൾ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കില്ല. ഒന്നാമത്തെ കാര്യം. അതിനുശേഷം അവൾ എക്സ്പ്ലനേഷനായിട്ട് അവൾ തൊലിച്ചു വന്നു, സൈക്കോളജിസ്റ്റാണെന്നും പറഞ്ഞിട്ട്. അവൾ സൈക്കോളജിസ്റ്റാണ്. ഒരു മനുഷ്യൻ്റെ വികാരവും വ്യക്തിത്വവും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പിശാചാണ് അവൾ, പിശാജ്. എന്നിട്ടാണ് അവൾ ഈ ചലച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും അവളുടെ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറലാവാൻ ശ്രമിച്ചു, വൈറലായല്ലോ. ഇതിനെല്ലാം ഉത്തരവാദികൾ മലയാളികളായി നമ്മൾ മാത്രമാണ്. ഇവളെ പോലെയുള്ളവരെ വൈറലാക്കാൻ വേണ്ടിയിട്ട് തൊലിച്ചങ്ങോട്ട് ചെല്ലും അവളുടെ അക്കൗണ്ട്, എന്നിട്ട് ഫോളോ ഇങ്ങോട്ട് കൊടുക്കും. അവളുടെ അന്നത്തെ 11 K ഉണ്ടായിരുന്നു, ഇപ്പോൾ 15, 13, 14, 15 K ആയി അവളുടെ അക്കൗണ്ട് അപ്സാൻ്റെ. അത് റിപ്പോർട്ട് അടിക്കാൻ ആർക്കും പറ്റിയില്ല. ഇവളുടെ അതുപോലെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏത് ഞാൻ റീച്ച് ആകുമെന്നുള്ള ഇതിൽ. അവളേതാ 5 വർഷം ഏതോ ഒരു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസ്ഥിതിയാണ് അവൾ. അയ്യോ, ഇങ്ങനെ കയറി വരുന്നുണ്ട് ഒരാളെ കൊലയ്ക്ക് കൊടുക്കാൻ നിന്നവള്. എന്താ പറയണ്ടേ? ഇതാ ഈ കാണുന്നവളാണ് അവള്. ഇവളാണ് ആ പാവത്തെ കൊല്ലാൻ കൊടുത്തത്. റീച്ച് ആവണമെങ്കിൽ നിനക്ക് റീച്ച് ആവുന്ന രീതിയിൽ നീ വല്ലതും ചെയ്യ്. അല്ലാതെ മറ്റുള്ളവരുടെ ജീവനും വെച്ചിട്ടല്ല നീ കളിക്കേണ്ടത്. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്ക് റീച്ച് ആവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, ഇല്ല എനിക്ക് വലിയ വൈറലാവണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടല്ല കളിക്കേണ്ടത്. സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കി, ഇല്ലെങ്കിൽ സ്വന്തമായി വീഡിയോ ചെയ്ത് ഉണ്ടാക്കുകയും. ഇവളുടെ വീടിനടുത്തുള്ളവരൊന്നും ഇല്ലടേ 4 തെറി പറഞ്ഞ് അവളെ അയ്യോ. നാളെ നമ്മളെപ്പോലുള്ള ഒരു ബസ്സിൽ പോകുമ്പോൾ നമുക്കും ഇതേ അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് കഴുത്തേലൊരു ക്യാമറയും തൂക്കിയിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വടിയും പിടിച്ച് നിൽക്കുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റി. മക്കളെ ഒരു നാലഞ്ച് ഇന്ന് ആ മനം നൊന്താണെങ്കിൽ ആത്മഹത്യ ചെയ്തത്. ഇതിനൊക്കെ ആര് ഉത്തരവാദിത്വം പറയും? കുറേ എണ്ണങ്ങളുണ്ട് ക്യാമറയും പൊക്കി ഇങ്ങനെ എടുക്കാൻ വേണ്ടി നടക്കുക. ഏത് എന്നെ തൊട്ട് ചേട്ടാന്നും പറഞ്ഞോണ്ട് എന്നിട്ട് അങ്ങ് ഇടുക. അത്രയ്ക്ക് ഇതാണെങ്കിൽ എന്തുകൊണ്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാതെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു? എന്നിട്ട് അവൾ ന്യൂസിൽ വന്നിട്ട് അവൾ പറഞ്ഞേക്കാണ്, ഞാനത് ഒരു പോലീസുകാരനെ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇത് പോയിട്ട് അവൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ അവൾക്ക് കാലില്ലേ? ബായ് ഗൈസ്, ഇനി പറഞ്ഞോട്ടിരുന്നാണല്ലോ, ഒന്നും പറയാനില്ല.